നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 12 മുതൽ 24 വരെയുള്ള വചനങ്ങൾ. യോഹന്നാൻ 2:12 മുതൽ 24 വരെ. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെ എല്ലാ ആടുകളോടും കാളുകളോടും കൂടെ ദൈവത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുവിൻ. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരമെടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞ തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലൂടെ എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ഈശോ 2 സ്ഥലത്ത് പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. ഒന്നാമത്തത് കഫർനാമിലും 2ാമത്തത് ജെറുസലേമിലും. യേശു കഫർനാമിലേക്ക് പോയി. ഇത് സൂചിപ്പിക്കുന്നത് ഈശോ ലോകത്തിലേക്ക് പോയി എന്നാണ്. ഈശോ ലോകത്തിലേക്ക് പോയെങ്കിൽ, ലോകത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വന്നെങ്കിൽ, ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവർ അവിടുത്തെ മാതാവും സഹോദരങ്ങളും ശിഷ്യരും ഉണ്ടായിരുന്നു. ലോകത്തിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ കൂട്ടായ്മയുണ്ടാകും. ലൂക്ക 10:1. ലൂക്ക 10:1. 72 പേരെ അയക്കുന്നു. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. മർക്കോസ് 14:13. മർക്കോസ് 14:13. അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവനെ അനുഗമിക്കുക. സഭാപ്രസംഗകൻ 4:9 മുതൽ 12 വരെ. സഭാപ്രസംഗം 4:9 മുതൽ 12 വരെ. 2 പേർ ഒരാളെക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അവരന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവന്റെ കാര്യം കഷ്ടമാണ്. 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും. തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. ഈശോ ഈ ലോകത്തിലേക്ക് ശുശ്രൂഷയ്ക്ക് വരുന്നവിടെ സൂചിപ്പിക്കുമ്പോഴും ഈ കഫർനാമിൽ ഈശോ കുറച്ച് സമയമേ തങ്ങിയുള്ളൂ. കാരണം അവിടുത്തെ ആൾക്കാർ ഈശോയുടെ വചനം സ്വീകരിക്കാൻ സന്നദ്ധരായിരുന്നില്ല. അവരെക്കുറിച്ച് ഈശോ വേറൊരിക്കൽ പറയുന്നത് മത്തായി 11:27
23, 24. മത്തായി 11:23-24. കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നു, പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അതെന്നും നിലനിൽക്കുമായിരുന്നു. ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ സോദോമിന്റെ സ്ഥിതി നിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും. ഇത്തരം ആൾക്കാർക്ക് ഈശോ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് എല്ലാവരോടും ദൈവിക രഹസ്യങ്ങൾ മുഴുവനായിട്ടും വെളിപ്പെടുത്തേണ്ടതില്ല. അവരെ ദൈവത്തിലേക്ക് ആകർഷിക്കാൻ ദൈവം അനുവദിക്കുന്നത് മാത്രമേ കൊടുക്കാവൂ. യോഹന്നാൻ 16:12. യോഹന്നാൻ 16:12. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. എന്തുകൊണ്ടാണ് ദൈവിക രഹസ്യങ്ങൾ ഭൂരിഭാഗം ആൾക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തത്? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ലോക അരൂപി ത്യജിക്കാത്തത് കൊണ്ടാണ്. യാക്കോബ് 4:4. യാക്കോബ് 4:4. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. റോമ 8:7-8. റോമ 8:7-8. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. 1 യോഹന്നാൻ 2:15. 1 യോഹന്നാൻ 2:15. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ഈശോ അടുത്ത് ജെറുസലേമിലേക്ക് പോകുന്നു. ഇതിലൂടെ ഒത്തിരി കാര്യങ്ങൾ ഈശോ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില ആൾക്കാർ ആത്മീയതയിലേക്ക് വരും, പക്ഷെ അത് കഴിഞ്ഞവർ ജീവിക്കുന്നത് ആത്മീയതയുടെ പരിവേഷത്തിൽ ജഡികരായിട്ടാണ്. ഗലാത്യ 3:3. ഗലാത്യ 3:3. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? എങ്ങനെയാണ് ഇവര് ഈ ശരീരത്തിൽ ചെന്ന് അവസാനിക്കുന്നത്? ഇത് പിശാച് ചെയ്യുന്ന വലിയൊരു തന്ത്രമാണ്. ഈ അത്യാഗ്രഹം കൊടുത്തുകൊണ്ടാണ്, അതിന് കുറേ ദൈവിക കാരണങ്ങൾ കൂടും കൊടുക്കും. അങ്ങനെ ആണ് മനുഷ്യര് പിശാചിന്റെ പിടിയിലാകുന്നത്. ഇത് ആത്മീയ തലത്തിലുള്ളവരെ പിടിക്കുന്നത് വളരെ ഗൗരവമായിട്ടുള്ള തലങ്ങളിലേക്ക് കടന്നു പോകുന്നതാണ്. ഈ ജെറുസലേമിൽ ദേവാലയത്തെ ചുറ്റിപ്പറ്റി കാണുന്ന കാര്യങ്ങൾ, അത് അതിൻ്റെ തന്നെ ഇടയന്മാരെ അന്ധരാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. എന്തിനാണ് ദേവാലയം? അത് മറന്ന് അത് കച്ചവട സ്ഥലമായി മാറുന്നു. അതെങ്ങനെയാണ്? ഏശയ്യാ 56:10-11. ഏശയ്യാ 56:10-11. എന്റെ ജനത്തിന്റെ കാവൽക്കാർ അന്ധരാണ്, അവർ ഒന്നും അറിയുന്നില്ല. അവർ മൂകരായ നായ്ക്കളാണ്, അവർക്ക് കുരയ്ക്കാനാവില്ല. അവർ കിടന്ന് സ്വപ്നം കാണുന്നു. നിദ്രാപ്രിയരാണവർ, ആർത്തി പിടിച്ച നായ്ക്കളാണവർ. അവർക്ക് തൃപ്തി വരില്ല. ഇടയന്മാരും ഒന്നും അറിയുന്നില്ല. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അവർ സ്വന്തം വഴി നോക്കുന്നു. കണ്ടോ, എല്ലാത്തിൻ്റെയും അവസാനം കിടക്കുന്ന എവിടെയാ? സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവർ സ്വന്തം വഴി നോക്കുന്നു. യേശുക്രിസ്തുവിന്റെ വഴിയൊന്നും ഇല്ല. ഫിലിപ്പിയർ 2:21. ഫിലിപ്പി 2:21. എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല. ഇത്തരം ആൾക്കാരെ കുറിച്ച് സുവിശേഷത്തിൽ ഈശോ നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, സ്വന്തം വഴിയെ പോകുന്ന ആൾക്കാരെ കുറിച്ച്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. ലൂക്ക 14
എല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി, അത് പോയി കാണേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി, അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണമെന്ന് അപേക്ഷിക്കുന്നു. മൂന്നാമതൊരുവൻ പറഞ്ഞു, എന്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. 1 തിമോത്തി 6:10. 1 തിമോത്തി 6:10. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വേദികളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട്. അതിൽ അവസാനത്തെ വരിക ശ്രദ്ധിച്ചോ? ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താൻ ഇടയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അവസാനം എന്തോ ഒരു സ്വപ്നം കണ്ടിട്ടാണ് ഈ അത്യാഗ്രഹത്തിൻ്റെ പുറകെ പോകുന്നത്. പക്ഷെ എത്തി നിൽക്കുന്നതോ ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താൻ ഇടയാക്കിയിട്ടുണ്ട്. ഹെബ്രായർ 13:5. ഹെബ്രായർ 13:5. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ലൂക്ക 12:15. ലൂക്ക 12:15. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവേൻ. എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവേൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. കൊളോസസ് 3:5. കൊളോസോസ് 3:5. ജീവിതത്തിന് നിയമങ്ങൾ. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവേൻ. ഈ അത്യാഗ്രഹമാണ് പിതാവിൻ്റെ ആലയത്തെ, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ കച്ചവട സ്ഥലമാക്കി മാറ്റുന്നത്. നമ്മുടെ ആത്മാവ് ഇപ്പോൾ ദൈവത്തിൻ്റെ ആലയമാണോ അതോ കച്ചവട സ്ഥലമാണോ? അവിടെ എപ്പോഴും കണക്കുകൂട്ടലാണോ അതോ സമർപ്പണമാണോ? ജെറമിയ 7:11. ജെറമിയ 7:11. എന്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ? ഇതാ ഞാൻ തന്നെ ഇത് കാണുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു. സക്രിയ 14:21. സക്കറിയ 14:21. ജെറുസലേമിലും യൂദായിലുമുള്ള കലങ്ങളെല്ലാം സൈന്യങ്ങളുടെ കർത്താവിന് വിശുദ്ധമായിരിക്കും. തന്മൂലം ബലികൾ അർപ്പിക്കുന്നവർ വന്ന് അവ വാങ്ങി ബലിയർപ്പിച്ച മാംസം അവയിൽ പാകം ചെയ്യും. ഇനിമേൽ സൈന്യങ്ങളുടെ കർത്താവിന്റെ ആലയത്തിൽ ഒരു വ്യാപാരിയും ഉണ്ടായിരിക്കുകയില്ല. ഈ ആത്മാവ് അത്രയും വിശുദ്ധമാകണം. 1 കൊരിന്തോസ് 3:16-17. 1 കൊരിന്തോസ് 3:16-17. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. 1 കൊരിന്തോസ് 6:19. 1 കൊരിന്തോസ് 6:19. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. ഇത്രയും വലിയ ദൈവിക രഹസ്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തുന്ന ആ അടയാളത്തെ നോക്കിയിട്ടാണ് നീ എന്ത് അടയാളമാണ് കാണിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ അത്ഭുതം ഇന്നുമുണ്ട് നമ്മുടെ സാന്നിധ്യത്തിൽ. ജീവിക്കുന്ന യേശു കുർബാനയിലുണ്ട്. എന്നിട്ടും നമ്മൾ അത്ഭുതങ്ങൾ തേടി പോവുകയാണ്. കാരണം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ തലമാണ് കാണിക്കുന്നത്. അതിനെക്കുറിച്ച് ഈശോ പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ 4:48.
വിശ്വസിക്കുകയില്ലല്ലോ. പിന്നെ 23-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പെസഹ തിരുനാളിന് അവർ ജെറുസലേമിലായിരുന്നപ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേര് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. എന്നാൽ യേശുവോ അവരെ വിശ്വസിച്ചില്ല. കാരണം ഈശോയ്ക്ക് അവരുടെ ഹൃദയം അറിയാമായിരുന്നു. 1 സാമുവേൽ 16:7. 1 സാമുവേൽ 16:7. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഇപ്പോൾ നമ്മൾ വചനത്തിൽ വന്നവരെയും ഈശോ കാണുന്നുണ്ട്. എത്ര പേര് യഥാർത്ഥ ശിഷ്യരാണെന്നും എത്ര പേര് ഇപ്പോഴും സംശയിക്കുമെന്നും എത്ര പേര് ഇപ്പോഴും വ്യാജേന സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് കർത്താവിനെ അനുഗമിക്കുന്നത് ലോകത്തിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും കർത്താവിന് മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥ ശിഷ്യരാരാണെന്ന് ഈശോ യോഹന്നാൻ 8:31 പറയുന്നുണ്ട്. യോഹന്നാൻ 8:31. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. പ്രൈസ് ദി ലോർഡ്.